ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ രാജഗോപാൽ, പ്രിയപ്പെട്ട ഹനീഫ, ഡോക്ടർ പ്രശാന്ത്, അഡ്വക്കേറ്റ് സത്യ, മറ്റ് വേദിയിരിക്കുന്ന വിശ്വാസികൾ. ഹനീഫ പറഞ്ഞ പോലെ എനിക്ക് 1900 എൻ്റെ ആദ്യത്തെ ജോലി മുതൽ ഹനീഫയെ അറിയാം. ഞാൻ ആദ്യം തിരുവല്ല സബ് കളക്ടറായിട്ട് എഴുതി പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഹനീഫ മല്ലപ്പള്ളി വീഡിയോ ആണ്. അന്ന് മുതൽ പിന്നെ കളക്ടറായിരിക്കുമ്പോൾ എൻ്റെ കൂടെ വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഗ്രാമവികസനത്തിലും എല്ലാം തന്നെയാണ് എഴുതുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഡോക്ടർ രാജഗോപാൽ എൻ്റെ ഗുരു തുല്യനാണ്. 2017 ശേഷം ഞാൻ വാല്യം ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ ക്ലോസ് ആയിട്ട്. ഇപ്പം ഞാൻ ട്രസ്റ്റി കൂടിയാണ്. പിന്നെ വളരെ രസകരമായിട്ട് അഡ്വക്കേറ്റ് സത്യ ഒരു വിവരം പറഞ്ഞത്, ഞാൻ സബ് കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി ആയിട്ട് കണ്ണൂരിൽ 82-83 ഇരുന്നപ്പോൾ എന്നെ മെന്റർ ചെയ്ത ഡിസ്ട്രിക്ട് ജഡ്ജ് ഇവിടെ സുഹൃത്തിന്റെ അച്ഛനാണ്. അത് കണ്ടുപിടിച്ചെടുക്കുന്നത് പറഞ്ഞത് അരവിന്ദാക്ഷൻ മേനോൻ. പിന്നെ ശരിക്കും ആദ്യ പാഠങ്ങൾ ലോ പഠിപ്പിച്ചു തന്നത് തലശ്ശേരി ജില്ലാ കോടതിയിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്നൊരു ഹാപ്പി ഡേ ആണ് ഇതെല്ലാം വന്നത്. പിന്നെ അതിനേക്കാളും എനിക്ക് നിങ്ങൾ നന്ദി പറയാനുള്ളത്, എനിക്ക് അഡ്വാൻസ് ഡയറക്ടറെ പറ്റി ഒരു ജനറൽ നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ 1 മാസം ഇന്ന് സുപ്രീം കോടതി ജഡ്ജും 2 ജഡ്ജ്മെന്റും കേരളത്തിലുള്ള കുറേ ഡോക്ടർ രാജഗോപാൽ ഒരു കമ്മിറ്റി ചെയർ ചെയ്തു. ആ കമ്മിറ്റി റിപ്പോർട്ടും ഇതെല്ലാം വായിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കണ്ടന്റ്സിലേക്ക് പോകാനുള്ള വൈദഗ്ധ്യം എനിക്കില്ല. എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും നമ്മുടെ സുപ്രീം കോടതി ഇന്ന് ഒരുപാട് പരാമർശങ്ങൾ വന്നെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ റൈറ്റ് ടു ലൈഫിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ സിവിൽ സർവീസിൽ വന്നപ്പോൾ റൈറ്റ് ടു ലൈഫ് എന്ന് വെച്ചാൽ നമ്മളെ തൂക്കിവിടണമെങ്കിൽ അതിനൊരു പ്രക്രിയ വേണം. വേറെ ഒന്നുമല്ല റൈറ്റ് ടു ലൈഫ്. പിന്നെ നല്ല ഡീസന്റ് ലൈഫാണ്, കെട്ടിടം വേണം, വീട് വേണം. ഇപ്പൊ ഇന്നലെ 25-ാം തീയതി വേറെ റൈറ്റ് ആഡ് ചെയ്യുന്നത് മെന്റൽ ഹെൽത്തും കൂടി റൈറ്റ് ടു ലൈഫ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2015 തന്നെ ഒരു റൈറ്റ് ടു ലൈഫ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നാണ്. ഒരർത്ഥത്തിൽ ഇതിനെ പാലിയേറ്റീവ് കെയർ മൂവ്മെന്റിന്റെ ഒരു പുഷായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഐഡിയലി സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഒരു നിയമം വരേണ്ടതാണ്. ആരും നിയമം ഉണ്ടാക്കാൻ സ്റ്റെപ്സ് എടുത്തതായിട്ട് എനിക്കറിവില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനോട് അനുകൂലിക്കുമ്പോൾ ശ്രമിക്കുകയാണ്. കാരണം 23-ൽ അവര് ചില കാര്യങ്ങൾ എതിർത്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കർണാടക അവിടുത്തെ ഭരണകൂടമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. കുറെ കർണാടകയിൽ വോളണ്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഗവൺമെന്റ് ഓർഡേഴ്സ് ആയിരിക്കും, വേറെ സ്റ്റേറ്റ് ഇറക്കിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അത് വലിയ ആ ഓർഡർ വായിച്ചപ്പോൾ വളരെ സിമ്പിളാണ്. അവർ സുപ്രീം കോടതി ഓർഡറിനെ അനക്സ് ചെയ്തിട്ട് ഇത് നടപ്പാക്കിയുള്ള സർക്കുലറെ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ അവിടെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസർ എന്നാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസറുടെ നോമിനി ആരാണ്, പിന്നെ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിന്റെ ഇതൊക്കെ വെക്കണം. ഇങ്ങനെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ അവർ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് 2018 ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ രാജഗോപാലിന്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫയല് പുട്ടപ്പ് ചെയ്തപ്പോൾ അത് തിരിച്ചു വന്നു. അപ്പൊ ഇത് വേണ്ട എന്നൊരു രാഷ്ട്രീയ തീരുമാനം കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്കൊരു ഫീലിംഗ്. ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പാലിയേറ്റീവ് കെയറിൽ ഇന്ത്യയിലെല്ലാം ഒരു തേർഡ് വേൾഡ് മോഡലായിരിക്കുന്ന കേരളം ഇതിൽ മുന്നോട്ട് പോകും എന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പുരോഗമന കൾച്ചറിൽ ഇതും ഒരു ടൂവലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്തുകൊണ്ട് വിജക്ട് ചെയ്തെന്ന് അന്നത്തെ സെക്രട്ടറി എന്റെ സുഹൃത്താണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കും അറിഞ്ഞൂടാ. അത് പുഷ് ചെയ്ത് എന്നെ വിട്ടതാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ ഇത് ജസ്റ്റീഷ്യബിളാണ്. അതുകൊണ്ട് നമുക്ക് പോവാം. അവര് തന്നെ പറയുന്ന ഹൈക്കോടതി പോകാന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വലിയ കുറെ കാലമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാത്തിനും അതൊരു ആദിവാസി ജീവിതമായിരുന്നാലും ശരി, ഏജ് ആയിരുന്നാലും ശരി, ഡിസബിലിറ്റി ആയിരുന്നാലും ശരി, അത് 21-ാം നൂറ്റാണ്ടിലെ റൈറ്റ്സ് ബേസ്ഡ് നിയമങ്ങളിലെ ഒരു കോർ പ്രിൻസിപ്പിളാണ് ഈ ഡിഗ്നിറ്റി എന്നുള്ളത്. പിന്നെ വ്യക്തിയുടെ ഡിസിഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആ വ്യക്തിക്ക് പ്രാധാന്യം, എന്റെ ജീവിതം എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു പ്രാധാന്യം, അത് ഇൻഫോംഡ് ഡിസിഷൻ. അതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പറഞ്ഞുവിടാം ഏതൊക്കെ രോഗത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത്. എന്റെ മോനും അനസ്തറ്റിസ്റ്റാണ്, വൈഫ് ഡോക്ടറാണ്, എനിക്കറിയാം. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എനിക്ക് വേണോ എന്നുള്ളത് അത്ര എളുപ്പം എഴുതാനൊക്കില്ല. പക്ഷെ എന്തായാലും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്നത് ഒരു ആർഗ്യുമെന്റ് അല്ല എന്ന് സുപ്രീം
അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ വേ തിങ്സ് ഓപ്പറേറ്റ് ഇൻ കേരള ഇത് മിസ്യൂസ് ചെയ്യാൻ റാക്കറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു ടീച്ചർ എന്നെ പറയുന്നതാണ്, കുറച്ച് ഭേദകമായ ഒരു ഫിലോസഫി പറയും. അത് എന്നെ പഠിപ്പിച്ച പാഠത്തിലെ ഫിലോസഫിയില്ല. ഒരു വലിയൊരു കേസ് സമയത്തോളം പറയുന്നില്ല. വലിയൊരു പാവപ്പെട്ട ഒരു പയ്യനെ ഒരു മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് പുറത്താക്കി. റിയൽ നടന്നാണ് ഇംഗ്ലണ്ടിൽ ഒരു 110 വർഷത്തിന് മുമ്പ്. അത് വലിയൊരു പ്രമാദമായ ഒരു കേസിൽ അവിടുത്തെ ഏറ്റവും വലിയ ലോയർ ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്ത് ഈ പാവപ്പെട്ട പയ്യനെ തിരിച്ചെടുക്കും. അതിനെ ഒരു അതേ റിയൽ നടന്ന സംഭവത്തിന് ഒരു ടെറൻസ് പ്രാക്ടിക് എന്ന ഒരാൾ ഒരു പ്ലേ ബിഗ് ലോ ബോയ് എന്നാണ് പറയുന്നത്. ആ പ്ലേയുടെ പേര് ലാസ്റ്റ് ഇത് ജഡ്ജ് അവിടുത്തെ ഹയസ്റ്റ് കോർട്ടിൽ അയാൾ നോട്ട് ഗിൽറ്റി, അയാളെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോർട്ട് റൂമിന്റെ വെളിയിൽ വരുമ്പോൾ ഒരാൾ പറഞ്ഞു ജസ്റ്റിസ് ഇസ് ഡൺ എന്ന് പറഞ്ഞു. മറ്റാൾ പറഞ്ഞു നോ റൈറ്റ് ഇസ് ഡൺ. അപ്പൊ എന്റെ ടീച്ചർ അത്ര വലിയ ഗ്രേറ്റ് ടീച്ചർ ആയതുകൊണ്ട് ജസ്റ്റിസും റൈറ്റും തമ്മിലുള്ള വ്യത്യാസം അവർ വളരെ മനോഹരമായിട്ട് 1.5 മണിക്കൂർ എടുത്ത് അവർ പറഞ്ഞു. എന്താ ഈ ജസ്റ്റിസും റൈറ്റും തമ്മിലുള്ള വ്യത്യാസം? ജസ്റ്റിസ് എന്ന് വെച്ചാൽ ആ നാട്ടിലെ നിയമം അനുസരിച്ച്, അത് ചിലപ്പം ഡ്രാക്കോണിയൻ ലോ ആയിരിക്കും, ബർമാലോ ചിലപ്പോൾ അവിടുത്തെ ജസ്റ്റിസ് ആയിരിക്കും. പക്ഷെ റൈറ്റ് എന്ന് പറയുന്നത് എറ്റേണൽ റൈറ്റ്, ഒരു ഡീപ് ഹ്യൂമൻ മൊറാലിറ്റി. ഇത് എന്നാണെന്ന് അവർ വളരെ ഭംഗിയായിട്ട് പഠിച്ചു. സാധാരണ സിവിൽ സർവീസിനേക്കാളും കൂടുതൽ നിയമം ഉണ്ടാക്കാൻ എനിക്ക് അവസരം കിട്ടി ഈ പഞ്ചായത്ത് രാജിലൊക്കെ വരുമ്പോൾ. ഇത് പഠിപ്പിച്ചത് എനിക്ക് എന്നും ഓർമ്മയുള്ളൂ. ജസ്റ്റിസ് റൈറ്റും തമ്മിലുള്ള അന്തരം എത്ര കുറയ്ക്കാണ്. ഇന്ന് നമ്മൾ ഇന്ത്യ വളരെ സിവിലൈസ്ഡ് കൾച്ചറാണെന്നൊക്കെ ക്ലെയിം ചെയ്യുന്നു. ഹൃദയമാരി ടീച്ചർ പറഞ്ഞ് ഏത് സമൂഹത്തില് ജസ്റ്റിസും റൈറ്റും തമ്മിലുള്ള അന്തരം കുറവാണ്, അതാണ് സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതില് ആ ഗ്യാപ്പ് കുറച്ചു. നമ്മള് കുറെ കൂടി വലിയൊരു ഇതാണ് ലോ ഓഫ് ഫിലോസഫി മൊറാലിറ്റിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചില ഇഷ്യൂസ് ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡ് വെച്ച് നോക്കുന്നതാണ്. വിറ്റ്നസും നോട്ടറിയും ഗസറ്റ് ഓഫീസറൊക്കെ കണ്ണടച്ച് ഇപ്പൊ ഒപ്പിടുന്നവരെ ഒപ്പിടാൻ അവർ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുമ്പോൾ എന്റെ അടുത്ത് ഒരാൾ വന്ന് ഇവര് ഇൻഫോംഡ് ചോയ്സ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പേഴ്സൺ ഇസ് വെരി ക്ലോസ്. ഇത് വളരെ പവർഫുൾ ഇതാണ്. ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവിൽ ലയബിലിറ്റി ആയിക്കൂടാ, എന്തിനും ആകാം. അപ്പൊ അതുകൊണ്ട് റിസ്ക് ഇല്ലാതില്ല. പിന്നെ ഡോക്ടറുടെ ഡിസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വേണമെന്ന് പറയും. അപ്പൊ അവിടെയും ഒരു ഇഷ്യൂ ഉണ്ട്, എളുപ്പമല്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഇത് നോമിനി ചെയ്ത ആൾക്കാർ കൺസെന്റ് ചെയ്യണം. പല കാര്യം മിക്കവാറും ലാസ്റ്റ് സ്റ്റേജസിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കൂ. കൺസെന്റ് ചെയ്യുമോ? ഞാൻ മോനായിട്ട് നോക്കിയാലും എനിക്കും കൺസെന്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ആ സമയം എൻ്റെ എമോഷൻ കൺസെന്റിലേക്ക് പോകുമോ എന്നുള്ളത് ഇൻ പ്രിൻസിപ്പൽ കൺസെന്റ് ചെയ്യും. ഒരു എൻ്റെ അച്ഛനെ 80 വയസ്സായിരുന്നപ്പോൾ ഐ തോട്ട് ഹി വിൽ നോട്ട് സർവൈവ്. അവര് ICU കൊണ്ടുപോയി. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് നീ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നുണ്ട്, മിക്കവാറും നിന്റെ അച്ഛനെ വെന്റിലേറ്ററിൽ ഇടും, അച്ഛൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ തത്വത്തിൽ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി സമ്മതിക്കോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഈ അഡ്വാൻസ് ഡയറക്ടറിയിൽ ക്ലിയർ ആയിരിക്കണം, ലേഗ് ആയിരിക്കരുത് എന്ന് പറയും. ഞാൻ പറഞ്ഞ പോലെ എത്ര ക്ലിയർ ആയിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ വളരെ ആക്ച്വലി അഡ്വാൻസ് ഡയറക്ടീവ് വേണ്ട. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞ വേ ഡെൽസ് നോ ഡയറക്ടീവ് എന്നൊരു കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. വിച്ച് മീൻസ് ഡോക്ടർ ക്യാൻ ഡിസൈഡ്. അപ്പൊ ഞാൻ പലരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരിക്കലും ഡിസൈഡ് ചെയ്യും. എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും ഡിസൈഡ് ചെയ്തില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് നമ്മൾ ഒരാളുടെ അവയർനെസ് ബിൽഡ് ചെയ്ത് ഇതിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എനിക്ക് തന്നെ 68 വയസ്സായി. അപ്പൊ എന്നെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് എന്നെ പ്രേരിപ്പിക്കാൻ പറ്റുമോ? ഒരാൾ പ്രേരിപ്പിക്കാതെ അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് ചലഞ്ചസ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം സുപ്രീം കോടതി പറയാത്തത്, റിലിജ്യൻ ആരും ഇതിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വലിയ നമ്മുടെ ചെറിയ ഇഷ്യൂസ് ഒന്നുമല്ല. പിന്നെ നമ്മുടെ ഇന്ന് നടക്കുന്ന വലിയൊരു ഡിബേറ്റ് ട്രാൻസ്പെറൻസി വേഴ്സസ് പ്രൈവസി. ഈ ചെയ്തത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, പക്ഷെ അതേസമയം കുടുംബത്തില് പ്രൈവസി ആയിരിക്കും. ഇന്നാളുടെ കുടുംബത്തില് വീട്ടുകാർ സമ്മതിച്ചിട്ടാണ് ചെയ്തത്
എന്നതിലൊക്കെ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരുപാട് ഇഷ്യൂ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരിക്കും എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് മാർക്ക് ടു ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഡയറക്ടർ ഹെൽത്ത് സർവീസ്. അപ്പൊ അതുകൊണ്ട് അത് വിച്ച് മീൻസ് ഇസ് എ ഡയറക്ഷൻ നടപ്പാക്കാൻ പറ്റും. നടപ്പാക്കിയാൽ ആ ഗവൺമെന്റ് പറയണമെന്നില്ല. പക്ഷെ ഗവൺമെന്റ് പറയാതെ നമ്മുടെ സിസ്റ്റം അനങ്ങത്തില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും ഡോക്ടേഴ്സ് ആയാലും ആരും അനങ്ങത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ്, അപ്പൊ നിങ്ങളുടെ ഗവൺമെന്റ് ആണ്, നിങ്ങളുടെ അതില് നിങ്ങളുടെ ഗുഡ് ഓഫീസേഴ്സ് ഉപയോഗിച്ച് അഡ്വക്കസി എന്നൊരു വാക്കുണ്ട്, അത് ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്തിട്ട് ഇനി സമയമുണ്ട്, ഇനി 89 മാസമുണ്ട്, അത് പുഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പകരം ഗവൺമെന്റ് ഒരു ഡിസിഷൻ ആ കർണാടക ഓർഡർ കൊടുത്താൽ മതി. ഒന്നും വേണ്ട, ഒരു ലൈനിൽ എഴുതിയിട്ട് ആ അനക്സ് ചെയ്താൽ മതി. ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. അതെങ്ങനെ ഹെൽത്ത് റെക്കോർഡിൽ കയറും, ഏതായിരിക്കണം ഓഫീസർക്ക്, ഏത് ലോക്കൽ ഗവൺമെന്റിൽ ആര് അത് വാങ്ങിക്കും, എങ്ങനെ റെക്കോർഡ് സ്വീകരിക്കും, സൂക്ഷിക്കും എന്നുള്ള കാര്യങ്ങൾ അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ 90% വർക്ക്. പിന്നെ അത് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ചില കാര്യങ്ങളാണ്. എനിക്കത് ഡോക്ടർ അനക്സ് ചെയ്തതെന്ന് അറിയത്തില്ല. എനിക്ക് രാജീവ് അയച്ചു തന്ന പഴയ മെറ്റീരിയലില് ഇംഗ്ലണ്ടില് കമ്പാഷനേറ്റ് ഡെത്ത് എന്നൊരു ഗ്രൂപ്പ്, അതിപ്പോ നമ്മുടെ വിധി സെന്ററൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചത്. കമ്പാഷനേറ്റ് സെന്റർ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സിറ്റിസന് താൻ വായിച്ചാൽ, ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വായിച്ചാൽ, അതുപോലെ നമ്മുടെ ലാംഗ്വേജിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാനുവൽ, ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം. പിന്നെ മീഡിയയിൽ വലിയ ഡിസ്കഷൻ ഞാൻ കണ്ടില്ല. ഈവൻ 23 അത് മീഡിയയിൽ എല്ലാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാനലിൽ ഈ ന്യൂസ് അവർ പോലത്തെ ഇതിൽ അത് നമ്മൾ ചെയ്യണം. പിന്നെ ഇത് ഈ ഡെത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, ഈ ഡെത്ത് ലിറ്ററസി എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കരിക്കുലത്തിൽ, അറ്റ്ലീസ്റ്റ് മെഡിക്കൽ നഴ്സിംഗ് കരിക്കുലത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരേണ്ട കാര്യമുണ്ട്. പിന്നെ കൗൺസിലിംഗ് മാത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്, അതും കുറെ വേണ്ടി വരും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസിനെ സഹായിക്കേണ്ടി വരും. ഇപ്പൊ വലിയൊരു ലോട്ട് ഓഫ് ഡെത്ത്സ് ടേക്ക് പ്ലേസ്, അത് വലിയ ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പോളിസീസ് RCC ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് അത്യാവശ്യമാണ്. നോട്ട് ഓൺലി ഗവൺമെന്റ് ഡയറക്ഷൻ, ഇന്റേണൽ ഗൈഡൻസിന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പോളിസീസ് വേണം. പിന്നെ ഒരു കാര്യം അത് പറഞ്ഞിട്ടില്ലെങ്കിലും പാലിയേറ്റീവ് കെയർ ഷിപ്പ് ഈവൻ മോർ വൈഡർ കവറേജ്. ഒരാൾ ഡിസിഷൻ മോളോ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ സഫറിങ് കുറയ്ക്കാൻ എളുപ്പം പറ്റും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതെനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ അമ്മ PRC കിടന്നപ്പോൾ എന്റെ മോന്റെ ഫ്രണ്ട് ക്ലാസ്മേറ്റ്, അവന്റെ അച്ഛൻ ഒരു ടെർമിനൽ ഇൽനെസ്സിലൊക്കെ കൊണ്ടുപോകും. അവനൊരു ഡോക്ടറാണ്, ആ ഡോക്ടറല്ല, അവൻ എഞ്ചിനീയറാണ്. അവനെ അറിയാം അച്ഛൻ സർവേ ചെയ്യും. അപ്പൊ അവൻ എന്റെ അടുത്ത് ചോദിച്ചു, അങ്കിൾ എന്തോ പാലിയേറ്റീവ് കെയർ ഉണ്ടല്ലോ, എന്റെ അച്ഛന് പാലിയേറ്റീവ് കെയർ അറേഞ്ച് ചെയ്തതാണ്, സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് എ ഡിസിഷൻ ടു വിത്ഡ്രോ ഫ്രം ദിസ് ഭയങ്കര അൺഡിഗ്നിഫൈഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് അയാൾ ചോദിച്ചു. അപ്പം അത് ഇന്ന് ഈസി അല്ല. ഒരു ഹോസ്പിറ്റൽ പോലും ഇങ്ങനെ ചെയ്താൽ അവർക്ക് സഫറിങ് കുറയ്ക്കാനൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് പറയുന്ന സിസ്റ്റംസ് ഇല്ല. പിന്നെ ഓഫ്കോഴ്സ് റിയൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്ത കുടുംബങ്ങളുടെ പബ്ലിസിറ്റി ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ വീണ്ടും ആ ഗവൺമെന്റിനെ കൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ 2.5 വർഷമായി എടുത്തിട്ടില്ല. അത് നിങ്ങളുടെ നഡ്ജ് എന്ന് പറയും, ഇംഗ്ലീഷിലെ വാക്ക്, അത് ഒഫീഷ്യലി ഗവർണൻസ് ഇതിൽ വരും. നഡ്ജ് എന്നത് കുറെ കാലം UK പ്രധാനമന്ത്രി ഓഫീസിൽ നഡ്ജ് എന്നൊരു ഗ്രൂപ്പ് വേണം. ജസ്റ്റ് ഒരു ചെറിയ പുഷ് അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിന് വിളിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ